ഹായ് മക്കൾസ്, ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കൊരു 3 മാർക്ക് വാങ്ങിയാലോ? ആദ്യം നമുക്ക് ക്വസ്റ്റ്യന്റെ ഹിന്റിലേക്ക് ഒന്ന് പോവാം. ഓക്കെ അല്ലടാ? പോരി. ഫസ്റ്റ്, an atom element B has 30 positive charge in its nucleus. Its mass number is 27. അതായത് ബി എന്ന മൂലകത്തിന് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 13 പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിന്റെ മാസ് നമ്പർ 27 അതായത് ബി എന്ന മൂലകത്തിന് 27 ആണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? 13 ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. വാട്ട് ഈസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ? ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചത്. മക്കളെ, അറ്റോമിക് നമ്പർ കാണാൻ സിമ്പിൾ അല്ലേ? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അതിന്റെ പോസിറ്റീവ് ആണ്. മക്കൾ ഇവിടെ പോസിറ്റീവ് തന്നിട്ടുണ്ട്. എത്രയാണ്? 13 തന്നിട്ടുണ്ട്. അപ്പൊ മക്കൾ മനസ്സിലായല്ലോ, പ്രോട്ടോൺ തന്നെയാണ് അതിന്റെ എന്തും അറ്റോമിക് നമ്പർ. ഈ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന്റെ പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പൊ മക്കളെ അറ്റോമിക് നമ്പർ കിട്ടി. എത്രയാടാ? 13 കിട്ടിയില്ലേ? യെസ്. ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. അതിന്റെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്നാ ചോദിച്ചത്. നിങ്ങളോട് എന്താ ചോദിച്ചത്? അതിന്റെ ന്യൂട്രോൺ കാണാനാ പറഞ്ഞത്. സിമ്പിൾ അല്ലേടാ? ന്യൂട്രോൺ കാണാൻ എന്താ ചെയ്യേണ്ടത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അല്ലേ? അപ്പൊ ഇവിടെ മാസ് നമ്പർ എത്ര തന്നത്? 27. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ എത്ര? 13 ആ പോസിറ്റീവിന്റെ ചാർജ് തന്നെയാണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എത്രയാടാ? മാസ് നമ്പർ എന്ന് പറയുമ്പോൾ 27 ആണ്. അറ്റോമിക് നമ്പർ പറയുമ്പോൾ എത്രയാടാ? 13 അപ്പൊ 27 മൈനസ് 13. അപ്പൊ അതിന്റെ ആൻസർ കിട്ടും എത്രയാടാ? 14. അപ്പൊ ന്യൂട്രോൺ കാണാൻ നിങ്ങൾക്കറിയാം മാസ് നമ്പർ മൈനസ് എന്താണ്? അറ്റോമിക് നമ്പർ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ എത്രയാടാ കിട്ടിയത്? 14 ക്ലിയർ അല്ലേ? യെസ്. ഇനി റെപ്രസെന്റ് ദ എലമെന്റ് ഇൻഡിക്കേറ്റ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഈ മൂലകത്തെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ ഉപയോഗിച്ച് പ്രതികരിക്കുക അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുക എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങളോട് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഈ തന്നതിന്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും ആയിട്ടൊന്ന് എഴുതാനാ പറഞ്ഞത്. മക്കളെ, ബി എന്ന് ഞാൻ എഴുതി. അറ്റോമിക് നമ്പർ എവിടെ കൊടുക്കുക? അടിയിലല്ലേ. മാസ് നമ്പർ എവിടെ കൊടുക്കുക? മുകളിലല്ലേ. അപ്പൊ അറ്റോമിക് നമ്പർ എത്രയാണ്? 13. അത് അടിയിൽ കൊടുത്ത്. മാസ് നമ്പർ എത്ര? 27. അപ്പൊ മുകളിലും കൊടുത്ത്. അപ്പൊ ഇങ്ങനെയാണ് അതിനെ പ്രതിനിധീകരിക്കുക. ക്ലിയർ അല്ലേടാ? യെസ്. അങ്ങനെയാണ് മക്കളെ, ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. A10 20, അറ്റോമിക് നമ്പർ 10, മാസ് നമ്പർ 20. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? നിങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. ഓക്കെ, സി യു.